വാർത്തകളിലേക്ക്. മാസപ്പടി വിവാദത്തിൽ KSITC വിശദീകരണം നൽകിയെന്ന വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ്. രജിസ്ട്രാർ ഓഫ് കമ്പനീസ് കഴിഞ്ഞ മാസം 3-നാണ് വിശദീകരണം നൽകിയത്. ഇൻകം ടാക്സ് ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡ് ഉത്തരവ് സർക്കാരിന് ഔദ്യോഗികമായി ലഭിച്ചിട്ടില്ലെന്ന് മന്ത്രി നിയമസഭയെ അറിയിച്ചു. ടി.വി. പ്രസാദ് ഉണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ടി.വി. പ്രസാദ്, ഇപ്പോൾ മാസപ്പടി വിഷയത്തിൽ KSITC ജനുവരി 3-ന് തന്നെ വിശദീകരണം നൽകിയിട്ടുണ്ടെന്നാണ് മന്ത്രി ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. മറ്റെന്തൊക്കെയാണ് വിവരങ്ങൾ? സൂചിപ്പിച്ചതുപോലെ 30-ാം തീയതി ഷെഡ്യൂൾ ചെയ്ത ചോദ്യത്തിനുള്ള മറുപടിയാണ് ഇപ്പോൾ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. പി രാജീവിനോട് മന്ത്രി പ്രതിപക്ഷ MLA-മാരായ ബാബു, അൻവർ സാദത്ത്, എൽദോസ് കുന്നിപ്പള്ളിൽ, IC ബാലകൃഷ്ണൻ എന്നിവരുടെ ചോദ്യത്തിനാണ് ഇങ്ങനെ ഒരു മറുപടി നൽകിയിരിക്കുന്നത്. ചോദ്യം ഇതായിരുന്നു: സംസ്ഥാനത്തെ പൊതുമേഖലാ സ്ഥാപനമായ KSIDCക്ക് പങ്കാളിത്തമുള്ള CMRL കമ്പനിയിൽ നിന്നും മുഖ്യമന്ത്രിയുടെ മകളും മകളുടെ കമ്പനിയും ചെയ്യാത്ത സേവനങ്ങൾക്ക് പണം വാങ്ങിയ സംഭവത്തിൽ രജിസ്ട്രാർ ഓഫ് കമ്പനീസ് എറണാകുളം KSIDCയിൽ നിന്ന് വിശദീകരണം തേടിയിരുന്നോ എന്നായിരുന്നു ചോദ്യം. അതിൽ വിശദീകരണം തേടിയിരുന്നു. KSIDC ഇക്കാര്യത്തിൽ മറുപടി നൽകിയിട്ടുണ്ടെന്നും പറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ KSIDCക്ക് നഷ്ടം വരുത്തിയ പ്രസ്തുത സംഭവത്തിൽ വിശദീകരണം നൽകാൻ KSIDC തയ്യാറാകാത്ത സാഹചര്യം നിലവിലുണ്ടോ, വിശദമാക്കാമോ എന്ന് പറഞ്ഞ സമയത്താണ് രജിസ്ട്രാർ ഓഫ് കമ്പനീസ് എറണാകുളം വിശദീകരണം ആരാഞ്ഞതിന് KSIDC 3/1/24-ന് മറുപടി നൽകിയെന്നും പറയുന്നത്. അതോടൊപ്പം തന്നെ മറ്റൊരു ചോദ്യം ഇതിൽ പ്രധാനമാണ്. അതായത് ഇതുമായി ബന്ധപ്പെട്ട് മറ്റൊരു ചോദ്യം ഉണ്ടായിരിക്കുന്നത് എൽദോസ് കുന്നപ്പള്ളിയുടേതാണ്. കൊച്ചി മിനറൽസ് ആൻഡ് റൂട്ടൈൽ ലിമിറ്റഡ് എന്ന കമ്പനിയിൽ സംസ്ഥാന പൊതുമേഖലാ സ്ഥാപനമായ KSIDCക്ക് ഓഹരിയുണ്ടോ എന്നായിരുന്നു ചോദ്യം. ഉണ്ടെങ്കിൽ മൂല്യം എത്രയാണെന്ന് വിശദീകരിക്കാമോ? സംസ്ഥാനത്ത് നിലവിൽ 73 കമ്പനികൾ ഓഹരി നിക്ഷേപമുള്ളതിൽ CMRL എന്ന കമ്പനിയിൽ 1991 ഫെബ്രുവരി മാസം മുതൽ ഓഹരി നിക്ഷേപമുണ്ട്. CMRLലെ ഓഹരി നിക്ഷേപത്തിന് KSIDC വിശദീകരണം നൽകിയെന്നാണ് വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. വിവരങ്ങളാണ് ടി.വി. പ്രസാദ് നൽകിയത്.